നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദൻ നമ്പൂരി. ദിനപ്രമാണമനുസരിച്ചും രാശിപ്രമാണമനുസരിച്ചും നവഗ്രഹങ്ങൾ ഓരോ സമയത്തും ഓരോ ഓർബിറ്റിലൂടെ ഓരോ രാശിയിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്രഹങ്ങളുടെയും രാശിയുടെ മാറ്റങ്ങൾ ഓരോ രീതിയിൽ ഓരോ വ്യക്തികൾക്കും ഓരോ കൂറുകാർക്കും ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഗുണത്തെ പ്രദാനം ചെയ്യുന്നു. ചിലർക്ക് ദോഷത്തെ പ്രദാനം ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദിവസഫലം അല്ലെങ്കിൽ ആഴ്ചഫലം അല്ലെങ്കിൽ മാസഫലം അല്ലെങ്കിൽ വാർഷിക ഫലം ഇതൊക്കെ പറയുന്നത് അഥവാ വിശ്വാസികളായി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ്. അതിനു മുൻപായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാനുണ്ടെങ്കിൽ അത് ചെയ്തു വെക്കുകയും അത് കഴിഞ്ഞ് ചെയ്യാനുള്ളതാണെങ്കിൽ മാറ്റി വെക്കേണ്ടതാണെങ്കിൽ മാറ്റി വെക്കുകയും ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ ഗ്രഹത്തിൻ്റെയും രാശിയുടെ മാറ്റം, രാശി മാറ്റത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രാഹുകേതുക്കളുടെയൊക്കെ മാറ്റങ്ങൾ പറഞ്ഞു. അതൊക്കെ ഏകദേശം ഒരു വർഷത്തേക്കാണ്. ഈ മറ്റ് പല ഗ്രഹങ്ങളും ഒരു വർഷം, ശനിയൊക്കെ 2.5 വർഷമാണ്. ചില ഗ്രഹങ്ങൾ മാത്രമേ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മാറ്റങ്ങളൊക്കെ ഉള്ളൂ. ചന്ദ്രന് മിക്കവാറും ഓരോ നക്ഷത്രം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കൂറിൻ്റെ അനുസരിച്ചാണ്. വ്യാഴത്തിൻ്റെ മാറ്റം മെയ് മാസം 1-ാം തീയതി വ്യാഴം മാറ്റം വരുവാണ്. ഏകദേശം 18 നാഴിക വ്യാഴം മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് വരികയാണ്. ശരിക്ക് ഈ വ്യാഴത്തിൻ്റെ പകർച്ച ലോകം മുഴുവൻ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നൊരവസ്ഥയാണ്. എന്തുകൊണ്ടെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാരവശാലുള്ള ഫലങ്ങളെല്ലാം നമ്മളോട് പലരും പറയാറുണ്ട്, അടുത്ത വർഷം കുഴപ്പമുണ്ടാവില്ല, നന്നാവും എന്നൊക്കെ പറയണില്ലേ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ മോശമാണ് എന്നൊക്കെ ചിലർ പറയുന്നത് ഈ വ്യാഴത്തിൻ്റെ പകർച്ച. വ്യാഴമാണ് കാരകനായി നമ്മൾ നോക്കുക. ഇപ്പം രാശി വെച്ച് കഴിഞ്ഞാലും വ്യാഴം തെളിഞ്ഞാൽ ദൈവാധീനമുണ്ട് എന്ന് പറയും. ജാതകം എടുക്കുമ്പോഴും വ്യാഴത്തിൻ്റെ ഒരു പ്രസക്തി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ചാരവശാൽ നമ്മുടെ കൂറിൻ്റെ 3-ാം ഭാവം, 6-ാം ഭാവം, 8-ാം ഭാവം, 12-ാം ഭാവത്ത് ഏത് ഗ്രഹം വന്നാലും അതൊക്കെ മറഞ്ഞു നിൽക്കണമെന്നും ബാക്കിയുള്ള 2, 4, 5, 7, 9, 11 ഭാഗങ്ങളിൽ ഏത് ഗ്രഹം വന്നാലും അത് നമുക്ക് അനുകൂല സ്ഥിതിയാണെന്നാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വ്യാഴത്തിൻ്റെ പകർച്ച പറഞ്ഞപ്പോൾ ചില നക്ഷത്രക്കാർക്കൊക്കെ ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില ദുരിതങ്ങളും പരിഹാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അതുപോലെ തന്നെ മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് വരുമ്പോൾ കുറേ നക്ഷത്രക്കാർക്ക് ഗുണകരവും ചിലർക്ക് ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ കാരകത്വവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോ കൂറുകാരും അതിൻ്റെ ആ രീതിയിൽ തന്നെ എടുക്കണം. പിന്നെ ഇത് നമ്മൾ ഈ പകർച്ചകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കൂറിൻ്റെ പൊതുഫലങ്ങളാണ് പറയണത്. അത് പേഴ്സണലി അത് ഫലവുമായി ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ദശ ഏതാണെന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രത്തിൻ്റെ ജാതകം എങ്ങനെയാണെന്ന് നോക്കണം. ആ ജാതകത്തിൽ ഓരോ ഗ്രഹത്തിനും വ്യാഴത്തിൻ്റെയൊക്കെ ഓരോ ഗ്രഹങ്ങളുടെയും ബലാബലങ്ങളെ നിശ്ചയിക്കണം. അതൊക്കെ ഓരോരുത്തർക്കും പേഴ്സണലായ വിഷയങ്ങളാണ്. പക്ഷെ ആ കൂറിന് പൊതുവെ ഉണ്ടാകുന്നൊരു ഫലം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. അതാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ. അപ്പം വ്യാഴം മെയ് 1-ന് മാറുകയാണ്. 18 നാഴികയ്ക്ക് മെയ് 1 തൊട്ട് മാറുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മെയ് മാസം 1-ാം തീയതി തൊട്ടുള്ള ഒരു വർഷത്തേക്കുള്ള ഫലമാണ് ഈ വ്യാഴത്തിൻ്റെ പകർച്ചയുടെ ഫലം. നമ്മൾ ആദ്യം മേടക്കൂറ് തൊട്ട് തുടങ്ങാം. മേടക്കൂറ് തൊട്ട് മീനക്കൂറ് വരെയാണ്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ ഭാഗവും ചേരുന്ന മേടക്കൂറുകാരുടെ നിലവിൽ ഈ വ്യാഴത്തിൻ്റെ അവസ്ഥ, മേടത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത്. ആ വ്യാഴം 2-ാം ഭാവത്തേക്ക് വരികയാണ്. 2-ാം ഭാവത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് ധനത്തിൻ്റെ, സത്യത്തിൻ്റെ, കുടുംബത്തിൻ്റെ നല്ല ഭാഗത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന 2-ാം ഭാവത്തേക്കാണ്. പൊതുവെ മേടക്കാർക്ക് വളരെ അനുകൂലമാണ് വ്യാഴത്തിൻ്റെ പകർച്ച. ഈ അശ്വതിയും ഭരണിയും കാർത്തികക്കാല എന്ന് പറയുന്ന മേടക്കൂറുകാർക്ക് വ്യാഴപ്പകർച്ച വളരെ അനുകൂലം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ധനസ്ഥാനത്തേക്കാണ് പ്രധാനമായിട്ട് വ്യാഴത്തിൻ്റെ ധനം എന്ന് തന്നെ പറയാം 2-ാം ഭാവത്തേക്ക് വരുന്നത്.
അപ്പം ഈ ചന്ദ്രലഗ്നം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ചന്ദ്രലഗ്നം എന്ന് പറയുന്നത് മേടാണ്. അവിടെ നിൽക്കുന്ന മേടത്തിൽ നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും വളരെ നല്ല ഗുണകരമാണ് 2ലേക്ക് വ്യാഴം വരുന്നത്. കാരണം അവർക്ക് ഇതുവരെ മുടങ്ങിൽ നിൽക്കുന്ന പല കാര്യങ്ങളും അവർക്ക് നടക്കാൻ സാധിക്കും. വിദേശയാത്രകൾ, ജോലികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിദ്യാഭ്യാസ തടസ്സം, അതിനൊക്കെ മേടക്കൂറുകാർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ മത്സരങ്ങളിലും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. കായിക പ്രവർത്തനങ്ങളിൽ, സിനിമാ മേഖലയിൽ മറ്റ് നിൽക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് പണിയാനായിട്ട്, വീട് വിൽക്കുന്നതിനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മേടക്കൂറുകാർക്ക് നല്ലതാണ്. പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ കണ്ടെത്താനും പുതിയ പുതിയ തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനൊക്കെ മേടക്കൂറുകാർക്ക് നല്ലതാണ്. ഈ നക്ഷത്രക്കാർ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി അനുഭവിച്ചിരുന്ന ഒരു പരിധി വരെയുള്ള കഷ്ടകാലങ്ങൾ സംശയമില്ല എന്താ പറയണേ, ഈ മെയ് മാസം 1-ാം തീയതി തൊട്ട് മാറ്റം വരും. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ കുറച്ച് കുറവുകൾ വരും. അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളിലേക്ക് വരികയാണ്. കാർഷിക മേഖലയിൽ നല്ല സമയമാണ്. ആരോഗ്യരംഗത്ത് നല്ല സമയമാണ്. അപ്പോൾ പൊതുവെ മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ പകർച്ചയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ജയ ജയ രാവണ എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടേ. കാരണം നമ്മൾ മോശ സമയത്ത് നമ്മളിപ്പോൾ എന്ത് കഴിച്ചാലും, അല്ല മോശ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും ആ ഫലം പൂർണ്ണമായും നമ്മളിലേക്ക് എത്തണം എന്ന് നിർബന്ധമില്ല. അതല്ലേ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് പണ്ട് കാരണവന്മാർ നമ്മളോട് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നല്ല കാലം, നല്ല സമയത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈശ്വര പ്രാർത്ഥന കൂട്ടണം. അപ്പോൾ ഈ മെയ് മാസം തൊട്ട് നന്നായിട്ട് അമ്പലത്തിൽ പോക്കും പ്രാർത്ഥനയും നാമജപാദികൾ വർദ്ധിക്കുകയും കൂടെ ചെയ്താൽ 1 ഇരട്ടിയല്ല 100 ഇരട്ടി ഫലത്തിലേക്ക് അവർക്ക് വരുന്നത്. ചിലപ്പോൾ സാമ്പത്തിക കടങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ അവസാനമുണ്ടാവും. നല്ല ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ സമയം നന്നായി, എനിക്ക് ഗോവിന്ദൻ നമ്പൂരി പറഞ്ഞു, ഇനി പ്രശ്നമൊന്നുമില്ല, അങ്ങനെയല്ല. സമയം നല്ലാവുന്ന അനുസരിച്ച് വളരെ നല്ല പ്രാർത്ഥനയും കൂടെ ചെയ്യണം. അങ്ങനെ അത് വളരെ കേമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ അടുത്ത 1 വർഷം കൊണ്ട് നമ്മൾ ഇന്നതൊക്കെ നേടണം എന്നുള്ള നമ്മുടെ ലക്ഷ്യം നമ്മൾ എഴുതി വെച്ച് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മൾ മാക്സിമം പ്രവൃത്തി ചെയ്ത് നമ്മുടെ കർമ്മമേഖലയിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നാമജപാദികളും അമ്പലപ്രാർത്ഥനകളും കൂടുമ്പോൾ ഈ രണ്ടും കൂടെ സംയോജിക്കുമ്പോഴാണ് ഒരാൾ രക്ഷപ്പെടുന്നത്. അടുത്ത ഇടവക്കൂറാണ്. ഇടവക്കൂറ് ഈ കാർത്തികയുടെ ബാക്കി ഭാഗവും രോഹിണി മകരത്തിൻ്റെ അരയും കൂടെ കൂടുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇടവക്കൂറുകാർക്ക് 12-ാം ഇടത്ത് വ്യാഴം 10-ൽ കണ്ടകശനി. കഴിഞ്ഞ ശനിപ്പകർച്ച തൊട്ടിങ്ങോട് പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി മാസം തൊട്ടിങ്ങോട് എടുത്താൽ, ഏപ്രിലെ വ്യാഴപ്പകർച്ചയുടെ കഴിഞ്ഞ് ഇങ്ങോട്ടെടുത്താൽ അവർക്ക് വളരെ വളരെ കഷ്ടകാലങ്ങൾ അവരനുഭവിച്ചു. എങ്ങനെയോ അവർ ഈ 1 വർഷം പിടിച്ചു നിന്നു, പ്രാർത്ഥന കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും പിടിച്ചു നിന്നു എന്നല്ലാതെ പൊതുവെ സാമ്പത്തിക രംഗത്തായാലും ആരോഗ്യരംഗത്തായാലും അവരുടെ ജീവിതത്തിലായാലും ഒരുപാട് തടസ്സങ്ങളും ദുരിതങ്ങളും വരികയും അസുഖങ്ങളും അസ്വസ്ഥതകളും അരിഷ്ടതകളും അവരെ കിടന്നലട്ടിയിട്ടുണ്ട്. അപ്പോൾ 12-ാം ഇടത്ത് വ്യാഴം നിൽക്കുന്നതിലും എന്തുകൊണ്ട് ഭേദമാണ് ലഗ്നത്തിലേക്ക് വ്യാഴം വരുന്നത്. 100% നല്ലതാണ് എന്നൊരു പ്രതീക്ഷയല്ല അതിനകത്ത് പറയണത്. കാരണം ലഗ്നത്തിലെ വ്യാഴം ഒരു പരിധി വരെ വെച്ചാൽ, പക്ഷെ 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അനുഭവിച്ചതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു പരിധി വരെ ആശ്വാസം തന്നെയാണ് ഈ വർഷം. സംശയം വേണ്ട. 12-ാം ഇടത്ത് നിൽക്കുന്നത് എന്നാൽ വ്യാഴം ലഗ്നത്തിൽ നല്ലതാണോ? അത്ര കേമൊന്നുമല്ല. പക്ഷെ അത്ര കേമ അല്ലെങ്കിൽ പോലും 12 നിൽക്കുന്നതിനേക്കാൾ ഭേദമാണ്. ശ്രദ്ധിക്കണം, അവരുടെ 11-ാം ഇടത്ത് രാഹുവും 5-ൽ കേതുവും കർമ്മത്തിൽ ശനിയാണ് നിൽക്കുന്നത്. കണ്ടകശനി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സമാധാനം, ഒരു റിലാക്സ്, എവിടെയൊക്കെയോ മുടങ്ങിക്കിടക്കുന്ന കുറേ കാര്യങ്ങൾ പുനരാരംഭിക്കാൻ പറ്റും. മുടക്കം വന്ന് നിന്നുപോയി വിചാരിക്കുന്ന സ്ഥലങ്ങൾ തുടങ്ങാൻ പറ്റും. നമുക്ക് ലഭിക്കാനുള്ള സാമ്പത്തികം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരും. കിട്ടാനുള്ള പൈസകൾ മുടങ്ങിക്കിട്ടും. അതുപോലെ തന്നെ ലോണ് പൊറ്റ് കാര്യങ്ങൾക്കൊക്കെ ശ്രമിച്ചാൽ നടക്കാൻ പറ്റുന്ന സമയം. തൊഴിൽപരമായി ടക്കേന്ന് നിന്ന് പോയിരിക്കുന്നതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അമ്പലത്തിൽ പോക്ക്, നാമജപം, പ്രാർത്ഥനയൊക്കെ പൂർണ്ണമായി മുടങ്ങിപ്പോയിട്ടുണ്ടാവും കഷ്ടകാലം വരുമ്പോൾ. അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പൊതുവെ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. ശ്രദ്ധിക്കേണ്ടത് മാനസികമായി നിൽക്കുന്ന സങ്കടങ്ങൾ 5-ലെ കേതുവിൻ്റെയും അഭീഷ്ടങ്ങൾക്ക് കുറേയൊക്കെ തടസ്സങ്ങളും കർമ്മമേഖല ശനിബന്ധവും നിൽക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ ദുരിതങ്ങൾ അവിടെയൊക്കെ കാണിക്കാം. അത് കണ്ടകശനിയുടെ ദുരിതവും കൂടി ഉണ്ട്. കാരണം ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട്
ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോവുകയും വെള്ളുതിരി കത്തിക്കുകയും, അല്ലെങ്കിൽ ശിവനെ മഹാദേവൻ്റെ അമ്പലത്തിൽ പോവുകയും നമഃശിവായ ജപിക്കലും അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത് വളരെ കേമാണ്. അതൊക്കെ ചെയ്ത് തന്നെ പോകണം, നിർത്തരുത്. കാരണം എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടകശനിക്കാലായതുകൊണ്ടാണ് പറയണേ. 5-ലെ കേതുവും 11-ാമടുത്ത് രാഹുവും നിൽക്കുന്നതിന് ഗണപതി ഭജനം ചെയ്യണം, ഗണപതിക്ക് കറുകമാല ചാർത്തണമൊക്കെ അതും നടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ ആ കൂടെ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം കൂടെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ ലഗ്നത്തിലെ വ്യാഴം കുറച്ചുകൂടി നമുക്ക് അനുഗ്രഹകരത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക, നമുക്ക് കുറച്ചുകൂടെ കേമായൊരു മാറ്റത്തിലേക്ക് വരുന്നുണ്ട്. ലഗ്നത്തിലെ വ്യാഴം അതിഗംഭീരം പറയുന്നില്ലെങ്കിൽ പോലും 12-ാമത്തെ വ്യാഴത്തെക്കാളും എന്തുകൊണ്ടും പ്രയോജനമായതുകൊണ്ട് ഇടവക്കൂറുകാർക്ക് ഒരു ശ്വാസം വിടാൻ, ഒരു ആശ്വാസം കിട്ടാൻ പറ്റിയ സമയം തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയ സമയമാണ്. പ്രാർത്ഥനയും നാമജപാദികളും ക്ഷേത്ര ദർശനങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പരിധി വരെ മുടങ്ങി നിൽക്കുന്നതെല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരാശ്വാസം, ഒരു ചെറിയ നല്ല ചുട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരു തണുത്ത കാറ്റ് വീശുന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവാം. അതുകൊണ്ട് അത് നല്ലതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ശ്രമിക്കുന്നവർക്ക് നല്ലതാണ്, തൊഴിൽ മേഖല ശ്രമിക്കുന്നവർക്ക് നല്ലതാണ്, തൊഴിൽ നിന്ന് പോയവർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, കമ്പനി മറ്റേ ഡിജിറ്റൽ മീഡിയയിലുള്ളവർക്കൊക്കെ നല്ലതാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പുതിയ കാർഷിക കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നന്നായിട്ട് പറ്റിയ സമയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ മേഖലയുള്ളവർക്ക് നല്ലതാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇടവൻ രാശിക്കാർക്ക് അങ്ങനെയാണ് ഈ വർഷത്തെ വ്യാഴത്തിൻ്റെ ഫലം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഫലങ്ങൾ തന്നെയാണ്. അടുത്തത് നമ്മൾ മിഥുനക്കൂറിലേക്ക് പോവുകയാണ്. മിഥുനക്കൂറ് എന്ന് പറയുന്നത് മകയിരത്തിൻ്റെ ലാസ്റ്റ് ഭാഗവും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യവും കൂടെ കൂടുന്ന മിഥുനക്കൂറുകാർക്ക്, ഈ മിഥുനക്കൂറുകാർക്ക് 4-ൽ കേതുവും 11-ാമടുത്ത് വ്യാഴവും കർമ്മത്തിൽ സ്ഥാനത്ത് രാഹുവൊക്കെ നിൽക്കുന്ന നിലവിൽ സഞ്ചരിക്കണം. ഈ വ്യാഴത്തിൻ്റെ പകർച്ച എന്ന് പറയുന്നത് അവർക്ക് 12-ാം ഭാവത്തേക്ക് വരികയാണ്. ഇപ്പോൾ 11-ൽ നിൽക്കണ വ്യാഴം 12-ലേക്ക് വരികയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുനക്കൂറുകാർക്ക് ഒരു വർഷത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എന്താ പറയണേ, പൊതുവെ ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ പകർച്ചകളും 4-ൽ നിൽക്കുന്ന കേതു അത്ര നല്ലതല്ല, കർമ്മത്തിൽ നിൽക്കുന്ന രാഹു അത്ര നല്ലതല്ല, ആ കൂടെ വ്യാഴം 12-ലേക്ക് വരുന്നു. അപ്പോൾ നിർബന്ധമായിട്ടും ആർക്കും ജാമ്യം നിൽക്കാൻ പോകരുത്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കണം. പെട്ടെന്ന് കൊണ്ടുപോയി പൈസ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യരുത്. റിയൽ എസ്റ്റേറ്റ് മേഖലയുള്ളൊരു സ്ഥലങ്ങൾ ആവശ്യമില്ലാതെ വാങ്ങിച്ചു കൂട്ടരുത്. അതുപോലെ ആർക്കും പൈസ പരമാവധി കടം കൊടുക്കാതിരിക്കുക. സാമ്പത്തികം ഒരു ഉറപ്പുമില്ലാതെ നിക്ഷേപിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ ചിലപ്പോൾ നഷ്ടത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, സമൂഹത്തെ ഇടപെടുമ്പോൾ, ബന്ധുമിത്രാദികൾ ഇടപെടുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ വലിയ കലഹത്തിലേക്കും അഭിപ്രായ ഭിന്നതയിലേക്കും ബന്ധുജന വിരോധത്തിനൊക്കെ സാധ്യതകളുണ്ട്. പൊതുവെ എന്താ പറയുക, നമ്മുടെ കാര്യങ്ങൾക്കൊരു തടസ്സങ്ങളും ക്ഷേത്രത്തിൽ പോകാനും പ്രാർത്ഥനയ്ക്കും നാമജപാദികൾക്ക് തടസ്സങ്ങളും തോന്നാബുദ്ധികൾ നമുക്ക് തോന്നാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ അതിനെ കുറച്ചുകൂടി അത് മനസ്സിലാക്കി, എനിക്ക് സമയദോഷമുണ്ട്, അതുകൊണ്ട് കൃത്യമായി ഞാൻ വൃത്തിയായി ചെയ്യുന്നൊരു വാശി മനസ്സിൽ ധരിച്ചുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോക്കും പ്രാർത്ഥനയും നടത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് നല്ലതാണ്. എന്തു വന്നാലും ശരി, ആഴ്ചയിൽ 1-2 ദിവസം ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമൻ്റെയോ നരസിംഹത്തിൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ അമ്പലങ്ങളിൽ പോവുക, ഭഗവാന് തുളസിമാല, നെയ്വിളക്ക്, കദളിപ്പഴ നിവേദ്യം, ആദ്യമായ വഴിപാടുകൾ കഴിക്കുക. അതുപോലെ തന്നെ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക, ഗ്രഹപ്രാദോഷം മാറാൻ പ്രാർത്ഥിക്കുക, വൈഷ്ണവമൂർത്തിയോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഗണപതിയുടെ 4-ാമടുത്ത് കേതുവും 10-ൽ രാഹുവിന് ശൈവഭജനവും അതുപോലെ തന്നെ ചെയ്യണം. മഹാദേവനെയും പ്രാർത്ഥിക്കണം, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. നാമജപങ്ങൾ ഗംഗണപതി എന്ന് പറയുന്ന നാമജപാദികൾ, നാരായണായ നമ എന്നുള്ള നാമജപാദികളൊക്കെ ശക്തമായിട്ട് ചെയ്യുക. വ്യാഴഗ്രഹത്തെ സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയോ മഹാവിഷ്ണുവിനെയോ ഓർത്തുകൊണ്ട് ബൃഹസ്പതി നമ എന്നുള്ള നാമം കൂടുതൽ ജപിക്കുന്നതൊക്കെ തിരുവാതിരക്കാർക്ക് വളരെ ഗംഭീരമായിട്ട് അനുഗ്രഹമാണ്. അല്ല, തിരുവാതിര മാത്രമല്ല, ഈ മകയിരത്തിലെയും തിരുവാതിരയും പുണർത്തക്കാലം, അതായത് പൊതുവെ മിഥുനക്കൂറുകാർക്ക്. അപ്പോൾ പൊതുവെ അവർക്ക് അധികം പ്രശ്നം ഒന്നുമില്ല, എന്നാലും ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ പകർച്ചയുടെ കാരണം നഷ്ടങ്ങളുടെ ഒരു കാലഘട്ടമായതുകൊണ്ട് ശ്രദ്ധിക്കുക. കോടതി വ്യവഹാരങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ മാക്സിമം അത് നീട്ടി വയ്ക്കാനുള്ള സാധ്യതകളാണ് വളരെ നല്ലതായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, എഗ്രിമെൻ്റ് സൈൻ ചെയ്യുക, ചെക്ക് സൈൻ ചെയ്ത് കൊടുക്കുക, ജാമ്യം നിൽക്കുക,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നിക്ഷേപിക്കുന്നതൊക്കെ 1000 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. വർത്തമാനം പറയുന്നത് ഒക്കെ ഒന്ന് സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പൊതുവെ എന്ത് ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധ ചുറ്റും ഒന്ന് നോക്കുന്ന ശ്രദ്ധ ചെയ്യുന്നത് നമുക്ക് ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ മിഥുനക്കൂറുകാർ. അടുത്തത് നമ്മൾ കർക്കിടകക്കൂറിലേക്ക് വരികയാണ്. പുണർദത്തിൻ്റെ അവസാന ഭാഗവും പൂയവും മായില്യവും കൂടെ കൂടുന്ന കർക്കിടകക്കൂറുകാർ. കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിൽ ശനിയും 3 രാഹുവും 3 കേതുവും 9 രാഹുവും 10 വ്യാഴമാണ്. ആ 10 വ്യാഴം 11 വ്യാഴം വരികയാണ്. ശരിക്കും കർക്കിടകക്കൂർക്ക് അഷ്ടമത്തിലെ ശനി ഒഴിച്ചാൽ ബാക്കി വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. 11 വ്യാഴം എന്ന് പറഞ്ഞാൽ എല്ലാ അഭീഷ്ടങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റേണ്ട ഒരു വർഷങ്ങളാണ്. വിവാഹാദികൾ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹാദികൾ നടത്താൻ പറ്റും. അതുപോലെ തന്നെ വസ്തു മേടിക്കുക, വീട് മേടിക്കുക, സ്ഥലം മേടിക്കുക, വീട് പണിയുക, ജോലിക്ക് ശ്രമിക്കുക, ഇവർക്കൊക്കെ നല്ലതാണ്. PSCയുടെയും UPSCയുടെയും ഒക്കെ ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് വളരെ നല്ല സമയങ്ങളാണ്. ആ സമയത്തുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. കർക്കിടകക്കൂറുകാർ ആ പ്രാർത്ഥനകൾക്കൊക്കെ ഫലം കിട്ടുന്നതാണ്. റാങ്ക് ലിസ്റ്റിലൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഈ കർക്കിടകക്കൂറുകാർ. കർക്കിടകക്കൂർ അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയുള്ളവർ, സിനിമാ മേഖലയുള്ളവർ, അതുപോലെ തന്നെ എന്താ പറയണേ, പൊതുപ്രവർത്തകർക്ക്, ജോലിക്കാർക്ക്, അവർക്കൊക്കെ വളരെ കേമായ സമയമാണ്. കാരണം ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പറ്റിയ നമുക്കൊരു ഇരുന്നിട്ടെണീക്കണ ഒരു മാറ്റത്തിനുള്ള സമയങ്ങളുണ്ട് 11 വ്യാഴം. സാമ്പത്തികപരമായിട്ട് സുസ്ഥിരതാവസ്ഥ വരിക, കടങ്ങൾ തീരുക, ചെയ്യുന്ന മേഖല ഉയർച്ച ഉണ്ടാവുക, തൊഴിൽപരമായ പുരോഗതി ഉണ്ടാവുക, മനസ്സമാധാനം ഉണ്ടാവുക, ഇതിനൊക്കെ പറ്റിയ സമയമാണ്. അതുകൊണ്ട് പൊതുവെ അനുകൂലം തന്നെയാണ്. അഷ്ടമത്തിലെ ശനി ചെറിയ ചെറിയ ദുരിതങ്ങളും മുഖരോഗങ്ങൾക്കും കഫത്തിൻ്റെ അസുഖങ്ങളും പലർക്കും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പോലും എന്താ പറയണേ, മഹാദേവനെ ഒന്ന് പ്രാർത്ഥിക്കുക, അമ്പലങ്ങളിൽ പോവുക. എന്തായാലും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ മനസ്സിലെ ഏറ്റവും വലിയ ഉദ്ദേശങ്ങളും നിങ്ങളുടെ ജാതകവും കൂടി പരിശോധിച്ച ഒരാളുടെ അടുത്ത് പരിശോധിച്ച് വ്യക്തവും സുദൃഢവുമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ വർഷം സക്സസ്സിലേക്ക് യാത്രയാവും. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭഗവാനെ കുഴപ്പമൊന്നുമില്ല, സമയം നന്നായാലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതല്ല. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളും കാര്യങ്ങളും വേണ്ടത്. ആ സമയത്താണ് നന്മയുള്ള സമയത്ത് കൂടുതൽ നന്മയുണ്ടാക്കുക. അങ്ങനെ വേണം അതിനകത്ത് ശ്രദ്ധിക്കാനായിട്ട് കേട്ടോ. കർക്കിടകം പൊതുവെ പിന്നെ ഈ വയസ്സായവർക്ക് വല്ല നീർക്കെട്ടിൻ്റെ അസുഖങ്ങൾ, വാദസംബന്ധമായി നിൽക്കുന്ന അസുഖങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കുറവുകൾ വരാനുള്ള സാധ്യതകളൊക്കെ പൊതുവെ കാണുന്നുണ്ട്. അത്രയും. കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല എന്ന് പറയുന്ന ചിങ്ങക്കൂറുകാർക്കാണ്. ചിങ്ങക്കൂറുകാർക്ക് 9 വ്യാഴം നിൽക്കുന്നത് 10 വരുവാണ്. കാരണം ഇപ്പം മേടത്തിൽ നിൽക്കുന്നത് 9 ഭാവത്താണ്, 10 വരുവാണ്. അവർ 2 ഭാവത്ത് കേതുവും, അഷ്ടമത്തിൽ രാഹുവും, 7 ശനിയാണ്. കണ്ടകശനിയാണ് ചിങ്ങക്കൂറുകാർക്ക്. കണ്ടകശനി നിലനിൽക്കുന്നുണ്ട്. 2 കേതു നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ സമ്പത്തിൻ്റെയും വാക്കിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ സ്ഥാനം തന്നെയാണ് 2 കേതു. 9, 7, 8 അഷ്ടമത്തിൽ രാഹുവിൻ്റെ ബന്ധമുണ്ട്. 8 ഭാവത്ത് രാഹുവിൻ്റെ ബന്ധമുണ്ട്. ചിങ്ങത്തിൻ്റെ 8 ഭാവത്ത് രാഹുവിൻ്റെ ബന്ധം. അപ്പം അതും ദുരിതത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഈ 9 നിൽക്കുന്ന വ്യാഴം 10 വരുമ്പോൾ അത്ര കേമം എന്നൊന്നും പറയാനില്ല. 9 കിട്ടിയ സുഖാവാദികൾ 10 കിട്ടണം എന്നില്ല. വ്യാഴം 9 നിൽക്കുമ്പം അതൊരു ഭാഗ്യസ്ഥാനമാണ്. ആ ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര കേമമൊന്നും ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ വർഷം കിട്ടിയ ഒരു സ്മൂത്തായ അനുഭവം ഈ വർഷം കിട്ടില്ല. ഒരുപാട് ദുരിതത്തെ പ്രദാനം ചെയ്യുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ വ്യാഴപ്പകർച്ച മെയ് മാസം 1 തീയതി തൊട്ട് വരേണ്ട ഒരു ഫലം ഈ മെയ് 1 വരെ അവരനുഭവിച്ചിരുന്ന ഒരു സ്മൂത്ത്നെസ്, ഒരു സ്പീഡ്, അല്ലെങ്കിൽ ഒരു ഭാഗ്യം, അതൊന്നും ചിലപ്പോൾ ഈ അടുത്ത മെയ് വരെയുള്ള, അല്ലെങ്കിൽ ഈ അടുത്ത വ്യാഴപ്പക ഈ മെയ് തൊട്ട് വരുന്ന ഒരു വർഷക്കാലം അവർക്ക് ലഭിക്കണം നിർബന്ധമില്ല. കാരണം അവർ കണ്ടകശനിയിലാണ് സഞ്ചരിക്കുന്നത്. അന്ന് 2-ാം ഭാവത്ത് രാഹുവിൻ്റെ ബന്ധമുണ്ട്. അഷ്ടമത്തിൽ കേതുവിൻ്റെ ബന്ധമുണ്ട്. അഷ്ടമത്തിൽ രാഹുവിൻ്റെ ബന്ധവും 2-ാമത് കേതുവിൻ്റെ ബന്ധവും അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് സാമ്പത്തിക രംഗത്ത് പ്രശ്നങ്ങളുണ്ടാവാം, കുടുംബരംഗത്ത് പ്രശ്നങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ ദാമ്പത്യ വിഷയങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും, നിരവധി കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരാം, ചെയ്യുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ, തൊഴിൽ സ്ഥലത്ത് വിഷയങ്ങളുണ്ടാവാം.
ഒരാവശ്യമില്ലാതെ പേരുദോഷം കേൾക്കേണ്ടി വരും. നമ്മളറിയേണ്ട ബന്ധുമിത്രാദികൾ നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കും. നമുക്ക് ജീവിതത്തിൽ തൊഴിൽ ചില സ്ഥലങ്ങളിൽ പരാജയം നമുക്ക് ഫീൽ ചെയ്യാം. അർഹിക്കേണ്ട മാന്യമായ സ്ഥാനം നമുക്ക് ലഭിക്കാതെ വരും. അതുകൊണ്ട് എന്തു വന്നാലും ചിങ്ങക്കൂറുകാർ ഈ ഒരു വർഷം വളരെ നന്നായി ശ്രദ്ധിക്കണം. അത് ധനം പ്രയോഗിക്കുന്നതും ധനം ഉപയോഗിക്കുന്നതൊക്കെ സൂക്ഷിച്ച് കണ്ടില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിന്നു പോകേണ്ട ഒരു സാഹചര്യങ്ങൾ വരും. ദുരിതങ്ങൾ ഒരു കാര്യം ഇല്ലാതെ ദുരിതങ്ങൾ വന്നു ചേരാം. അതുകൊണ്ട് ചിങ്ങക്കൂറുകാർ ഈ 10ലേക്ക് വ്യാഴം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നിർബന്ധമായിട്ട് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വൈഷ്ണവ ക്ഷേത്രം, മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, നരസിംഹ ക്ഷേത്രങ്ങളിൽ പോവുക. ഭഗവാനയുടെ ഗ്രഹപ്രാദോഷങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുക. ശനിയാഴ്ച അയ്യപ്പസ്വാമിക്കും ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നാമജപാദികൾ നൽകുക. അച്ചടക്കം ജീവിതത്തിൽ പൊതുവെ പരിപാലിക്കുന്നത് നല്ലതാണ്. അച്ചടക്കം പൊതുവെ പരിപാലിക്കുകയാണെങ്കിൽ കുറേ അരിഷ്ടതകളിൽ നിന്ന് മാറാൻ സാധ്യതകളുണ്ട്. അച്ചടക്കമില്ലാത്ത ലൈഫ് ചിലപ്പോൾ തകർച്ചയിലേക്ക് പോകാനുള്ള വഴികളുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. കുട്ടികൾക്കൊക്കെ ദുരിതങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾ മുഖാന്തരം സങ്കടങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മംഗളകർമ്മങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗങ്ങളും അതൊക്കെ കാണുന്നുണ്ട്. കുറച്ച് നല്ല ഫലങ്ങളും കാണുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അത് വലിയ തടസ്സമില്ലാതെ പോകും. നാമജപാദികൾ ചെയ്താൽ മതി. വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് പെട്ടെന്ന് വരുമാനത്തിലൊക്കെ കുറച്ച് കുറവുകൾ വരാം. സാമ്പത്തിക ബാധ്യതകൾ കൂട്ടാം. അതുകൊണ്ട് വ്യവസായത്തിൽ പൈസ മുടക്കുന്നതൊക്കെ സൂക്ഷിച്ചു മതി. പിന്നെ മറ്റേ എന്താ പറയുക, സാമ്പത്തിക മേഖല, റിയൽ എസ്റ്റേറ്റ് മേഖല, മറ്റേ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പൈസ മുടക്കിക്കൊണ്ടിരിക്കണതൊക്കെ രണ്ടാമത് മുടക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. ആരോഗ്യരംഗത്ത് ചെറിയൊരു മാറ്റം ഉണ്ടാകാം. പക്ഷേ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ പൊതുവെ ചിങ്ങക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത്. ശ്രദ്ധിക്കേണ്ട സമയമാണ്. അത് അവർക്ക് എന്താ പറയണേ, അമ്പലത്തിൽ പോക്കും പ്രാർത്ഥനയും ഒരു പരിധി കൂടുതൽ അവർക്ക് ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തത് നമ്മൾ കന്നിക്കൂറിലേക്ക് വരുവാണ്. ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യ ഭാഗം കൂടുന്ന കന്നിക്കൂറുകാർക്ക് ശരിക്ക് ലഗ്നത്തിൽ കേതുവും 7 രാഹുവും അഷ്ടമത്തിൽ വ്യാഴമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുകേതുക്കളുടെ പകർച്ചകര കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കഷ്ടകാലമായിരുന്നു അവർക്ക്. കന്നിക്കൂറുകാർക്ക് വളരെ മോശം ഒരവസ്ഥ എന്ന് വേണേൽ പറയാം. ഈ കന്നിക്കൂറുകാരുടെ അഷ്ടമത്തിൽ വ്യാഴം കഴിഞ്ഞ ഒരു വർഷമായിട്ട് അഷ്ടമത്തിലെ വ്യാഴം ദുരിതത്തെ, ദുഃഖത്തെ, സങ്കടത്തെയൊക്കെ മാക്സിമം വർദ്ധിപ്പിക്കാൻ ശക്തിയുള്ളതായിരുന്നു. നാമജപാദികളും അമ്പലത്തിൽ പോക്കും ഒക്കെ ഒരു പരിധി വരെ അവരെ പിടിച്ചു നിർത്തിയെങ്കിലും പൊതുവെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കഷ്ടകാലം കൂടുതലായിരുന്നു എന്ന് പറഞ്ഞ സമയമാണ്. അവർക്ക് ഈ വ്യാഴപ്പകർച്ച വളരെ വളരെ ഗുണപ്രദമാണ്. അത് 9ലേക്കാണ് വ്യാഴം വരുന്നത്. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഭാഗ്യാഭിവൃദ്ധി, ധനാഭിവൃദ്ധി, സമാധാനം, സന്തോഷം, കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഇതിനൊക്കെ പറ്റിയ സമയങ്ങളാണ്. സഹോദര ഗുണങ്ങളുണ്ടാവുക, കുടുംബ ഗുണങ്ങളുണ്ടാവുക, നഷ്ടപ്പെട്ട പൈസ ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ വഴിയുക, ചെയ്യുന്ന കാര്യങ്ങളിൽ സാമ്പത്തിക വർധനവുണ്ടാവുക, തൊഴിൽ മേഖല ഉയർച്ച ഉണ്ടാവുക, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ താമസമുള്ളവർക്കൂടെ വിവാഹം നടക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നടക്കാൻ പറ്റുക, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സമയങ്ങൾ ഉണ്ടാക്കി തീർക്കുക. പുറത്തേക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുന്ന പല തടസ്സമുള്ളവർക്ക് മുഴുവൻ പോകാൻ പറ്റുന്ന അവസ്ഥാവിശേഷങ്ങളും, വസ്തു, വീട്, വാഹനം അതൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അത് നടക്കുന്ന സമയം, വാഹനങ്ങൾ പുതിയ മാറ്റി മേടിക്കാൻ പറ്റുന്ന ചില ഗുണങ്ങളുണ്ടാവുക. ഇത് മുഴുവൻ കന്നിക്കൂറുകാർക്ക് കാണുന്നുണ്ട്. കന്നിക്കൂറുകാർക്ക് പുതിയ വാഹനം മേടിക്കാൻ പറ്റും, വീട് പണിയാൻ പറ്റും, വീട് മൊടി പിടിപ്പിക്കാൻ പറ്റും, ആഭരണാദികൾ മേടിക്കാൻ പറ്റും, വസ്തുവകൾ മേടിക്കാൻ കൂട്ടും, അതിനൊക്കെ പറ്റിയ സമയങ്ങൾ തന്നെയാണ്. പക്ഷേ ശാരീരികമായി ചില ദുരിതങ്ങൾ വരിക, ശരീരത്തിന് എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ വരിക, അതുപോലെ ആദ്യം എന്ത് തുടങ്ങിയാലും കുറേ തടസ്സങ്ങൾ വരിക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഗണപതി ഭഗവാനെ ശക്തിയായിട്ട് പ്രാർത്ഥിക്കണം. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം, ഗണപതിയെ തൊഴണം, ഗണപതിക്ക് നമസ്കരിക്കണം, ഗണപതി കേട്ടയിടണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മഹാദേവനെ തൊഴുക. ഞായറാഴ്ച ദിവസമാണ് നല്ലതാണ്. മാസത്തിൽ 1 സർപ്പത്തിന് വഴിപാട് കഴിച്ചു പോവുക. ഇതൊക്കെ കന്നിക്കൂറുകാർ നിർബന്ധമായി ചെയ്തിരിക്കണം. അപ്പോൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഫലം ഉണ്ടാവും. നമഃശിവായ ജപം, നാരായണനാമ ജപം, ഗം ഗണപതേ നാമജപം ഇതൊക്കെ അവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ കുടുംബത്തിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവർക്ക് നല്ല ഉത്തമവും കൂടെ ആയി വരുന്നൊരവസ്ഥാവിശേഷമാണ്. അതുപോലെ തന്നെ അത് ഈ കന്നിക്കൂറുകാർക്ക് കാർഷിക മേഖല ഉള്ളവർ
ഒക്കെ അനുകൂല ഫലങ്ങൾ കിട്ടുന്നതാണ്. കാർഷിക മേഖലയൊക്കെ നന്നായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഈ വാഹന വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് അവർക്ക് നല്ല സമയങ്ങളാണ്. വസ്തു കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല സമയങ്ങളാണ്. വിദേശത്ത് ജോലിയും ബിസിനസ്സും ചെയ്യുന്നവർക്ക് നല്ല സമയങ്ങളാണ്. വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ഇവർക്കൊക്കെ നല്ല സമയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ മുൻ പറഞ്ഞ നാമജപാദികൾ നിർബന്ധമായും ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർഷം അവരുദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഫലം അവർക്ക് ലഭിക്കാൻ കാരണമാകും. കന്നിയിൽ നിന്ന് നമ്മൾ തുലാത്തിലേക്ക് വരികയാണ്. ചിത്തിരയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ ഭാവം കൂടെ തുലാക്കൂറുകാർക്ക് ശരിക്ക് 7ൽ വ്യാഴം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഈ വർഷം നിൽക്കുകയാണ്. അവർ ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ സക്സസ് ആയിരുന്നു. അത്യാവശ്യം സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ മാറി സമാധാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അത്യാവശ്യം കാര്യങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടിയാലും നടന്നു പോകുന്ന സമയങ്ങളായിരുന്നു. 7ലെ വ്യാഴം ഒരു പരിധി വരെ അനുകൂലമായിരുന്നു എന്ന് പറയാം. ആ രാഹു കേതുക്കളുടെ പകർച്ചയുടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ആശ്വാസകരമായിരുന്നു. എന്താ പറയുക, 5ൽ ശനി നിൽക്കണേനും കുറേ മനസ്സമാധാനക്കേട്, കുടുംബാംഗങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങൾ ഇതൊക്കെ കണ്ടെങ്കിൽ പോലും പൊതുവെ ഈ എന്താ പറയുക, മനസ്സമാധാനത്തിന് ഭയങ്കര പ്രശ്നമാണ്. എന്തെങ്കിലും ടെൻഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഈ മെയ് മാസം വരെ, മെയ് 1 വരെ പൊതുവെ ഈ തുലാക്കൂറുകാർ വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 7ൽ നിൽക്കുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അഷ്ടമത്തിലേക്ക് മാറുന്നത് തുലാക്കൂറുകാർക്ക് നല്ലതല്ല, ദുരിതമാണ്. അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറഞ്ഞു പോയല്ലോ, വ്യാഴം മറഞ്ഞു പോയല്ലോ. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖല വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ സാമ്പത്തിക മേഖലയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തിക മേഖല നമുക്ക് അനാവശ്യ ചിലവുകൾ ഒരുപാട് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികം നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതൽ ചിലവുകൾ വരാം, സാമ്പത്തിക നഷ്ടങ്ങൾ വരാം, സാമ്പത്തികം കിട്ടുന്ന മേഖലയിൽ നിന്ന് കിട്ടാതിരിക്കാനുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ അഷ്ടമത്തിലെ വ്യാഴം എന്ന് പറയുന്നത് ദുരിതത്തെ പ്രദാനം ചെയ്യുന്നതാണ്. പൈസ വരുന്നുണ്ടെങ്കിൽ പോലും ആ പൈസ വരുന്നത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ എന്താ പറയുന്നത്, നല്ല ഈ മെയ് മാസത്തിന് മുമ്പായിട്ട് അവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കുന്നത് നല്ലതാണ്. അതിനുശേഷം അതിനൊക്കെ വിഘ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഗ്രഹനിർമ്മാണമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തടസ്സങ്ങൾ വന്ന് നിന്ന് പോകാനുള്ള അവസ്ഥാവിശേഷം, നല്ല രീതിയിൽ തൊഴിൽ കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തൊഴിലിനകത്ത് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥാവിശേഷം, അതുപോലെ തന്നെ വ്യാപാര മേഖലയിലൊക്കെ നഷ്ടങ്ങൾ വരുന്നൊരവസ്ഥാവിശേഷം, പൊതുപ്രവർത്തകർക്കും സിനിമാക്കാർക്കും ഒക്കെ പെട്ടെന്ന് പുറകോട്ട് പോകേണ്ട ഒരു അവസ്ഥാവിശേഷം, ഇതൊക്കെ ഈ പറഞ്ഞ തുലാക്കൂറുകാർക്കുണ്ട്. വ്യവസായ രംഗത്തൊക്കെയാണ് വളരെ മോശമായിട്ട് നിൽക്കുന്നത്. IT മേഖലയിൽ നിൽക്കുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടാനും IT മേഖല, കമ്പ്യൂട്ടർ മേഖല, IT മേഖലയൊക്കെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകളും മറ്റുമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ തുലാക്കൂറുകാർ ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും വളരെ നിർബന്ധമായിട്ട് ഈ പറഞ്ഞ പോലെ വൈഷ്ണവ ക്ഷേത്രം, ശ്രീകൃഷ്ണൻ്റെ, ശ്രീരാമൻ, നരസിംഹം അല്ലെങ്കിൽ മഹാവിഷ്ണു എന്നൊക്കെ പറയുന്ന അമ്പലങ്ങളിൽ ദർശനം നടത്തുക, ഭഗവാന് നെയ്വിളക്ക് നടത്താൻ, തുളസിമാല നടത്താൻ, മഞ്ഞപ്പെട്ട് കൊടുക്കുക, അങ്ങനെ എന്ത് വഴിപാടുകൾ കഴിച്ചാലും ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യം. വഴിപാടിനേക്കാളുപരി അത് ചെയ്യുക. നാരായണായ നമഃ എന്നുള്ള നാമജപാദ്യങ്ങൾ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അങ്ങനെയുള്ള നാമങ്ങൾ ഒക്കെ ധാരാളം ജപിച്ചോണം. ഇടയ്ക്കൊന്ന് ഗുരുവായൂരൊക്കെ പോകാം. അതുപോലെ തന്നെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂരപ്പന് 1 രൂപ നാണയം എല്ലാ ദിവസവും അദ്ദേഹത്തെ ധ്യാനിച്ച് ഒഴിഞ്ഞെടുത്ത് വെച്ച് ഇടയ്ക്ക് കൊണ്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ തുലാക്കൂറുകാർ ഇപ്പം ചെയ്യുന്നത് വളരെ കേമാണ്. ശാരീരികമായ അസ്വസ്ഥതകൾക്കും നഷ്ടങ്ങൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും അവർക്കൊരു പരിധി വരെ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുലാക്കൂറുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും, ഗുരുവായൂരപ്പനെ എല്ലാ ദിവസവും ഇപ്പം എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല, എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാം, നാരായണനാമം ജപിക്കാം, അദ്ദേഹത്തെ നമസ്കരിക്കാം, അദ്ദേഹത്തിന് ഇനി ചെല്ലുമ്പോൾ കൊടുക്കാൻ പാകത്തിന് നാണയനിധി ഒഴിഞ്ഞു വയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏതൊരാൾ ഏത് കാര്യങ്ങൾ പറയുമ്പോഴും, ഏത് കേൾക്കുമ്പോഴും ഒരു 3 വട്ടം ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യണം. പെട്ടെന്ന് ചാടി ഒരു തീരുമാനം ഒന്നിലും എടുക്കാൻ പാടില്ല. അത് ഫാമിലി സംബന്ധമായിട്ടാണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടായാലും കുടുംബ സംബന്ധമായിട്ടും ഒരാളുടെ അഭിപ്രായവുമായി വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കേൾക്കുക. ധൃതി പിടിച്ച് ഒരു കാര്യങ്ങൾക്കും തീരുമാനം അഷ്ടമത്തിൽ വ്യാഴം വരുന്നത് കൊണ്ട് തുലാക്കൂറുകാർ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഈ പറയണ നാമജപം അവരെ കുറച്ചുകൂടി നന്മയിലേക്ക് കൊണ്ടുവരും. ആ നാമജപതങ്ങളാണ് നല്ല ബുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാം ആലോചിച്ച് കണ്ട് ഒരു വർഷം പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്.
എന്ത് വന്നാലും വിഷ്ണുക്ഷേത്രം അല്ലെങ്കിൽ വൈഷ്ണവ ക്ഷേത്ര ഭജനം ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമെങ്കിലും ചെയ്യണം. മിനിമം കുറച്ച് നേരമെങ്കിലും നാരായണനാമം ജപിച്ചിരിക്കണം. നാരായണീയം ജപിക്കാം. മഹാവിഷ്ണുവിൻ്റെ സ്തോത്രങ്ങൾ എന്ത് വേണമെങ്കിലും ജപിക്കാം. രാവിലെയോ വൈകുന്നേരമോ ഗുരുവായൂരിനെ പ്രാർത്ഥിക്കണം. ഗുരുവായൂരപ്പനെ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ഇടയ്ക്ക് അദ്ദേഹത്തെ പോയി കാണണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെ ഗംഭീരമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ സങ്കടങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ ഒരു പരിധി വരെ അങ്ങ് പോകാൻ സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് അടുത്ത് പറയാനുള്ളത്. അടുത്തത് നമ്മൾ വൃശ്ചികക്കൂറിലേക്ക് വരികയാണ്. തുലാം കഴിഞ്ഞ് വൃശ്ചികത്തിലേക്ക് വരുവാണ്. വിശാഖത്തിൻ്റെ ബാക്കി ഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടുന്ന വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറുകാർക്ക് 4 ശനി കണ്ടകശനിയാണ്. 5 രാഹു, 11 കേതു, 6 വ്യാഴം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ അവസാന കാലം കഴിഞ്ഞ ഒരു വർഷത്തിൽ അവസാന കാലത്ത് ഇത്തിരി സന്തോഷങ്ങളൊക്കെ കിട്ടിയെങ്കിൽ പോലും പൊതുവെ സാമ്പത്തിക രംഗത്ത് വൻ പരാജയം ഉണ്ടാകും. സാമ്പത്തികം ശരിക്കും നന്നായിട്ട് ബുദ്ധിമുട്ട് വരിക. സാമ്പത്തിക രംഗത്ത് വളരെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അവർ കടന്നുപോയത്. എത്ര കിട്ടിയാലും നമുക്കൊരു ഉയർച്ചയില്ലാത്ത അല്ലെങ്കിൽ ഒരു പുരോഗതി ഇല്ലാത്ത ബുദ്ധിമുട്ടുകളുള്ള ഒരവസ്ഥാവിശേഷം, അല്ലെങ്കിൽ സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും അവസ്ഥാവിശേഷം, മാനസികമായി സംഘർഷം കിട്ടുന്നൊരവസ്ഥാവിശേഷം, മേലുദ്യോഗസ്ഥരുടെ പഴി കേൾക്കേണ്ട ഒരു അവസ്ഥാവിശേഷം ഒക്കെ ആയിരുന്നു കഴിഞ്ഞു പോയത്. അതിൽ നിന്നൊക്കെ വളരെ ഗംഭീരമായ മാറ്റത്തിലേക്കാണ് വരണേ. വൃശ്ചികക്കൂറുകാർക്ക് 7ലേക്ക് വ്യാഴം വരികയാണ്. ആ 7ലേക്ക് വ്യാഴം എന്നത് അനുകൂലമാണ്. അവർ നിരീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കാകുന്ന കാലഘട്ടത്തിലേക്കാണ് മെയ് മാസം തൊട്ട് വരുന്നത്. അവിടെ തടസ്സമായി കിടന്ന പല കാര്യങ്ങളും, തടസ്സമായി നിൽക്കുന്ന പേപ്പർ ഭാഗങ്ങൾ, തടസ്സമായി നിൽക്കുന്ന ഈ എന്താ പറയണേ പല വിഷയങ്ങൾക്കും ഒരു തീരുമാനമാകുകയാണ് മെയ് മാസം തൊട്ട്. അത് വളരെ ഭാഗ്യകരം തന്നെയാണ്. അവർക്ക് മനസ്സിന് സങ്കടമുണ്ടാക്കുന്ന അല്ല ജീവിതത്തിൽ അതിപ്രധാനമായി നിൽക്കുന്ന പല വിഷയങ്ങൾക്കും തീരുമാനം ഉണ്ടാക്കുക. അതിപ്പോൾ എന്താ പറയുക ഭൗതികപരമായിട്ട് കുടുംബത്തിലെ കാര്യങ്ങളായാലും, വസ്തു മേടിക്കുക, വീട് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലായാലും, ജോലി പോലത്തെ കാര്യങ്ങളിലാണെങ്കിലും, തൊഴിൽപരമായ കാര്യങ്ങളിലായാലും, മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലാണ് അത് വളരെ നല്ലതാണ്. കാരണം അത് തന്നെയാണ് പൊതുപ്രവർത്തകർക്കാർക്കും, സിനിമാ മേഖലയുള്ളവർക്കും, IT മേഖലയുള്ളവർക്കൊക്കെ ഒരു കുതിച്ചുചാട്ടത്തിന് പറ്റിയ ടൈമാണ്. നല്ല ജോലി, നല്ല സാലറി, പുതിയ മേഖലകൾ തപ്പാനൊക്കെ പറ്റിയ സമയങ്ങൾ തന്നെയാണ് വൃശ്ചികക്കൂറുകാർക്ക്. കാരണം അവരുടെ ഒരു അവസ്ഥ വളരെ മോശമായിരുന്നു ഈ ഒരു ഇത് 7ലേക്ക് വ്യാഴം വരുന്നത്. പക്ഷേ എങ്കിലും 5ലെ രാഹു എന്ന് പറയുന്നത് മനസമാധാനക്കേടുണ്ടാക്കും. അതിന് മഹാദേവൻ്റെ ഭജനം ഉണ്ടാവുക. ഞായറാഴ്ച ദിവസം, ആഴ്ച ഒരു ദിവസം മഹാദേവനെ തൊഴുക. മാസത്തിലൊരിക്കൽ സർപ്പത്തിന് വഴിപാടുകൾ കഴിക്കുക. ധാരാളം നമഃശിവായ ജപിക്കുക. ഇടയ്ക്ക് ആഴ്ച ഒരു ദിവസം കൃഷ്ണനെ തൊഴുക, അല്ലെങ്കിൽ വിഷ്ണുവിനെ തൊഴുക. ഇതൊക്കെ ചെയ്തു പോയിക്കൊണ്ടിരിക്കണം. എങ്കിലും പൊതുവെ പ്രതിസന്ധിയിൽ നിന്ന് ഉള്ളവർക്കൊരു കരകയറ്റമാണ് ഈ വ്യാഴപ്പകർച്ച. ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുന്നു. അവർക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരുന്നു. ഗ്രഹനിർമ്മാണമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് വീടുകൾ പണിയാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ പുതിയ മോടി പിടിപ്പിക്കാൻ പറ്റുക, ഗ്രഹോപകരണങ്ങൾ മേടിക്കുക, ആഭരണാദികൾ മേടിക്കുക, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുക, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തെ സൃഷ്ടിക്കുക, നല്ല നല്ല യാത്രകൾ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ അവരെ സംബന്ധിച്ച് വളരെ കേമായി നിൽക്കുന്നൊരു ഫലം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുന്നത് അവർക്ക് വളരെ നല്ലതാണ്. അതിനനുസരിച്ച് പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അതികേമമായിട്ട് ഈ ഒരു വർഷം കൊണ്ടാവും നമുക്ക് നന്നായിട്ട് വരാനുള്ള സാധ്യതകളും ഉണ്ട്. അതാണ് ഈ പറയുന്ന വൃശ്ചികക്കൂറ്. വസ്തു വിൽക്കാൻ വെച്ചവർക്ക് വസ്തു വിൽപ്പന നടക്കും. ഇപ്പോൾ വസ്തു വിറ്റിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ള, പുതിയ സ്ഥലം മേടിക്കണം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നടക്കുന്നതാണ്. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിട്ട് ആപ്ലിക്കേഷനൊക്കെ പെൻഡിങ് ആയി കിടപ്പുണ്ട്, അതൊക്കെ നീക്കുപോക്കുന്നതാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ വൈദേശികവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് അവിടെ നല്ലതാണ്. വിദേശത്ത് തൊഴിൽ കിട്ടാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവർക്ക് ജോലി കിട്ടാൻ പറ്റിയ സമയം, അതിനൊന്നും ദോഷം പറയാൻ പറ്റുന്നില്ല കേട്ടോ. അവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയും നാമജപാദികളും മറക്കരുത്. ഏത് നല്ല സമയമാണെങ്കിലും ഈശ്വരാനുഗ്രഹത്തിന് നാമജപം മാത്രമേ പറ്റൂ. ക്ഷേത്ര ദർശനം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ വൃശ്ചികക്കൂറിൽ നിന്ന് നേരെ ധനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ ഭാഗം കൂടുന്ന ധനുക്കൂറ്. ഈ ധനുക്കൂറുകാരുടെ 5ൽ നിൽക്കുന്ന വ്യാഴം 6ലേക്ക് മാറുകയാണ്. അവിടെ 10ാം ഭാവത്ത് കേതുവുമുണ്ട്, 4ാമിടത്ത് രാഹുവുണ്ട്. അപ്പോൾ 5ൽ നിൽക്കുന്ന വ്യാഴമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ 7.5 ശനിക്കാലമൊക്കെ കഴിഞ്ഞ് 4ലും 5ലും വ്യാഴമൊക്കെ ഒരു പരിധി വരെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരുമാതിരി അനുകൂലമായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഇപ്പം ഇനി വരാൻ പോകുന്ന ഈ ഒരു വർഷക്കാലം, അതായത് മെയ് മാസം 1-ാം തീയതി തൊട്ട് വ്യാഴം 6ലേക്ക് പോകുമ്പോൾ ഒരല്പം ദുരിതത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് 4ാം ഭാവത്തെ നിൽക്കുന്ന രാഹുവിൻ്റെയും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിൻ്റെയും കൂടെ വരുമ്പോഴത്തേക്കും ഒരല്പം ക്ലേശമാണോ എന്നൊരു ഡൗട്ടുണ്ട്.
കാരണം കുടുംബത്തിലൊക്കെ ചെറിയ ദുരിതങ്ങൾ വരിക, കുടുംബ ബന്ധങ്ങളിൽ ദുരിതങ്ങൾ വരിക, നമ്മുടെ പരിസരവാസികളുമായിട്ട് അനൈക്യമുണ്ടാവുക, കർമ്മമേഖലയിൽ കർമ്മം നഷ്ടപ്പെടാനുള്ള സാധ്യത, കർമ്മത്തിൽ ഒരു കാര്യവുമില്ലാതെ ദുരിതങ്ങൾ വന്നു ചേരുക, കർമ്മമേഖല ശത്രുക്കൾ വന്നു ചേരുക, കിട്ടുന്ന പൈസ കിട്ടാതിരിക്കുക, കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടാതിരിക്കുക, മാനസികവും ശാരീരികവുമായി നിൽക്കുന്ന ദുരിതങ്ങൾ വർദ്ധിക്കുക, ഇതിനൊക്കെ സാധ്യതകളുണ്ട്. പെട്ടെന്ന് നമ്മൾ സ്റ്റക്കായി പോകുന്നൊരവസ്ഥാവിശേഷം സ്വദേശത്തും വിദേശത്തും കാണാൻ പറ്റും. മനസ്സിലാകുന്നുണ്ട്. ബിസിനസ് മേഖലയിലൊക്കെ നന്നായിട്ട് നടന്ന ബിസിനസ് പെട്ടെന്ന് ബിസിനസ് പോവുക, സാമ്പത്തിക വരുമാനം കുറയുക, അഡീഷണലായിട്ട് സാമ്പത്തിക എക്സ്പെൻഡിച്ചർ വരിക, അങ്ങനെ നഷ്ടങ്ങൾ വരിക, അതിനൊക്കെ സാധ്യതകളുണ്ട്. നമ്മൾ നല്ല വിശ്വാസപൂർവ്വം പെരുമാറിയിരുന്ന പല വ്യക്തികളും നമ്മളിൽ നിന്ന് അകന്നു പോവുക, അവർ നമുക്ക് ശത്രുക്കളായി ഭവിക്കുക, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനുക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കേസ്, ഈ ധനുക്കൂറിൻ്റെ 4-ാം ഭാവത്ത് രാഹുവിൻ്റെ ബന്ധമുള്ളത് കൊണ്ട്, അത് 4-ാം ഭാവം എന്ന് പറയാം സ്വാഭാവികമായി വീട്, കുടുംബം എന്നൊക്കെ പറയണ വാഹനമൊക്കെ ഉള്ളതുകൊണ്ട്, കർമ്മസ്ഥാനത്ത് കേതുവിൻ്റെ ബന്ധമുണ്ട്, തൊഴിൽ മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഈ പറയുന്ന ഗ്രഹങ്ങൾ, ചാരവശാൽ ഈ ഗ്രഹങ്ങൾ നിൽക്കുകയും വ്യാഴപ്പകർച്ച ദോഷവും കൂടെ ആയി കഴിയുമ്പോൾ ഇവിടെയൊക്കെ അതിൻ്റേതായ ദോഷങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട്, ഒരു കാര്യം ഞാൻ പറയാം, ആഴ്ചയിൽ 3 ദിവസം, രണ്ടോ മൂന്നോ ദിവസമെങ്കിലും നിർബന്ധമായി വൈഷ്ണവ ക്ഷേത്ര ദർശനം നിർബന്ധമായി ചെയ്യുക. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, ഹരേ രാമ ഹരേ രാമ, അങ്ങനെയുള്ള നാമജപാദികളൊക്കെ ധാരാളം എല്ലാ ദിവസവും ജപിക്കുക. നിർബന്ധമായി ശനിയോ ഞായറോ ഒരു ദിവസം ശിവക്ഷേത്രത്തിൽ പോവുക, മഹാദേവന് കൂവളത്തിലമാലയോ കൂവളത്തില സമർപ്പണോ വിളക്കിൽ എണ്ണയൊക്കെ കൊടുക്കുക. അതുപോലെ മാസത്തിൽ 1-2 തവണ ഗണപതി ഹോമം കഴിക്കാം, നാളികേരം മുടക്കാം, കറുകമാല ചാർത്താം, ഗണപതിയുടെ മുമ്പിൽ പോകുന്ന അന്ന് ഏത്തയിട്ട് നമസ്കരിക്കാം, ഇതൊക്കെ ചെയ്യാം. എല്ലാ ദിവസവും ഗണപതി ശ്ലോകങ്ങൾ ചൊല്ലി ഏത്തയിട്ട് നമസ്കരിക്കാൻ, കുടുംബത്തിൽ നമസ്കരിക്കാൻ ശ്രമിക്കുക. ഗണപതിയോടും മഹാദേവനോടും മഹാവിഷ്ണുവോടും എല്ലാ ദിവസവും നാമജപാദികൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ചാരവശാൽ സമയദോഷത്തിൻ്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും രക്ഷപ്പെടുത്തി സമാധാനപരമായൊരവസ്ഥ ഉണ്ടാക്കാൻ അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നാമജപാദികൾ പൂർണ്ണമായി നിൽക്കുന്ന ഒരു പുണ്യം തന്നെയാണ്, നന്മയാണ്. നമുക്കുണ്ടാകാൻ പോകുന്ന ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നമ്മളെ മാറ്റുവാൻ നാമജപാദികൾക്ക് നൽകും. ക്ഷേത്രദർശനങ്ങൾ നമ്മുടെ സമയദോഷത്തിനനുസരിച്ച് ക്ഷേത്രദർശനങ്ങൾക്ക് മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്തി ഏത് ഗ്രഹമാണോ അപ്രിയമായി വരുന്ന ആ രീതിയിൽ ക്ഷേത്രദർശനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ദുരിതങ്ങളെ ഇല്ലാണ്ടാക്കാൻ പറ്റും. ഞാനീ പറയുന്ന പോലെ ക്ഷേത്രദർശനം നടത്തുക. സാമ്പത്തികം എവിടെയും കൊണ്ട് നിക്ഷേപിക്കാതിരിക്കുക, പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാതിരിക്കുക, ആർക്കും പൈസ പെട്ടെന്ന് കടം കൊടുക്കാതിരിക്കുക, ജാമ്യങ്ങൾ നിൽക്കാതിരിക്കുക, കോടതികളിൽ പോയി ജാമ്യം നിൽക്കാതിരിക്കുക, ആരുമായി അനാവശ്യമായ സംസാരങ്ങൾ ഉണ്ടാകാതിരിക്കുക, രാത്രികാലങ്ങളിലുള്ള സഞ്ചാരം കുറയ്ക്കുക, അതുപോലെ സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള പേപ്പറുകൾ നിൽക്കുമ്പോൾ സൂക്ഷിക്കുക, മേലധികാരികളുമായിട്ട് പ്രശ്നമുണ്ടാകാൻ സാധ്യത കാരണം ഓരോ പേപ്പർ ഭാഗം ശ്രദ്ധിക്കുക, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനേ ഉള്ളൂ, ഭയപ്പെടുത്തുകയല്ല, ശ്രദ്ധ വേണം. നാമജപാദികളുണ്ട്, ഇതൊന്നും പഠിക്കേണ്ട, ഭയമല്ല വേണ്ട ഇവിടെ. നമ്മളിതൊക്കെ ഈ മേഖലകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നോക്കിയാൽ നമുക്ക് അപകടം കുറയില്ല. ഇപ്പോൾ ഈ റോഡ് സൈഡിൽ എന്താ പറയുക, സ്കൂള് അടുത്തുണ്ട്, അത് കാരണം സ്ലോയിൽ പോവുക, അല്ലെങ്കിൽ അടുത്ത വളവിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞോളൂ, അപകട സാധ്യതയുണ്ടെന്നുള്ള ബോർഡുകൾ വെക്കണ പോലെ തന്നെ ഇതിനെ കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. അതിന് അപ്പുറത്തേക്കൊരു ടെൻഷനായിട്ട് ഒന്നും കണക്ക് കൂട്ടണ്ട. അപ്പോൾ ധനുവും കഴിഞ്ഞു മകരക്കൂറുകളിലേക്ക് വരികയാണ്. മകരക്കൂറ് എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന ഭാഗവും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന മകരക്കൂറുകാർക്ക് 4-ലെ വ്യാഴം 5-ലേക്ക് വരികയാണ്. ഈ 4-ാം ഭാവത്ത് നിൽക്കുന്ന 5-ലേക്ക് വരുന്ന അവർക്ക് വളരെ നല്ലത് തന്നെയാണ്. കാരണം പറഞ്ഞാൽ വ്യാഴാനുകൂല്യം നല്ല സമയമാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം ആവറേജ് മോശം അല്ലായിരുന്നു, പൊതുവേ കുഴപ്പമില്ലായിരുന്നൊരു കാലഘട്ടമാണ്. എങ്കിൽ പോലും 5-ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ശ്രേയസ്സങ്കരയാണ്. കാരണം എൻ്റെ തിരുവോണം നക്ഷത്രത്തിലോ മറ്റാണ് ഇപ്രാവശ്യത്തെ വ്യാഴത്തിൻ്റെ പകർച്ച പോലും. അപ്പം മകരക്കൂറുകാർക്ക് ഇത്രയോടെ ഗംഭീരമാകുന്ന സമയം തന്നെയാണ്. സാമ്പത്തിക മേഖല കുറച്ചുകൂടി ഉയരാനുള്ള സാധ്യത, മാന്യമായ സ്ഥാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, സമൂഹത്തിൽ അറിയപ്പെടാനുള്ള സാധ്യതകൾ, സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ജീവിതത്തിനുള്ള സാധ്യതകൾ, പുതിയ വാഹനങ്ങളും പുതിയ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാൻ പറ്റിയ സമയങ്ങൾ, വിദേശയാത്രകൾ നടക്കാൻ പറ്റിയ സമയങ്ങൾ, വസ്തുവകകളും വീടുകളും ഗ്രഹങ്ങളും ഒക്കെ വാങ്ങാൻ പറ്റിയ സമയങ്ങൾ, ഇതിനെല്ലാം പറ്റിയ സമയങ്ങൾ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. മകരക്കൂറുകാർക്ക് വളരെ നല്ലത് തന്നെയാണ്. മകരക്കൂറുകാർ ഒരുപാട് കാലമായി മുടങ്ങി നിൽക്കുന്ന പല കാര്യങ്ങൾ, ഒരുപാട് കാലം ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മകരക്കൂറുകാർക്ക് നല്ലതാണ്.
അതൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തുടർ വിദ്യാഭ്യാസം ചെയ്യുക, വിദ്യാഭ്യാസം ചെയ്തവർക്ക് ജോലി ശ്രമിക്കുക, ടെസ്റ്റുകൾ എഴുതിയാൽ പാസ്സാവുക, മറ്റേ IT മേഖലയിൽ, തൊഴിൽ മേഖലയിലൊക്കെ മാറ്റം വരിക, പുതിയ കമ്പനികൾക്ക് ജോലി കിട്ടുക, പുതിയ കമ്പനി തുടങ്ങുക, പുതിയ വ്യവസായ സ്ഥാപനം തുടങ്ങുക, ഇതൊക്കെ വളരെ നല്ലതാണ്. കാരണം ഇവർക്കൊക്കെ വളരെ ഗംഭീരമായ സമയം തന്നെയാണ് മകരക്കൂറുകാർക്ക് ഇതിനൊക്കെ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഏഴരശ്ശനിയുടെ അവസാന സമയമാണ്. അതുകൊണ്ട് സാമ്പത്തികം ചെലവാക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആൾക്കാരുമായി ഇടപെടുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട അവസ്ഥകളുണ്ട്. പൊതുവെ ആരോഗ്യരംഗം ശനിയുടെ പോക്കാനും ശ്രദ്ധിക്കണം. ശാസ്താവിനെയും ഗണപതിയെയും സ്ഥിരമായി പ്രാർത്ഥിക്കണം. എള്ളുതിരി കത്തിച്ച് പോകാമെങ്കിൽ പോവുക. ഇടയ്ക്ക് ശബരിമലയ്ക്ക് പോകാമെങ്കിൽ നല്ലതാണ്. എല്ലാ ദിവസവും ശാസ്താഭജനവും ഗണപതി ഭജനവും നിർബന്ധമായി ചെയ്യണം. വ്യാഴം 5ലേക്ക് പകർന്നു എന്നതുകൊണ്ട് മാത്രം കേമനാകുന്നില്ല. കാരണം ഞാനൊക്കെ വ്യാഴമൊക്കെ പറഞ്ഞ് ഞാൻ അതികേമനായി നിരീക്കണ്ട. പ്രാർത്ഥനയും നാമജപാദികളും അതുപോലെ തന്നെ നടക്കണം. ആ പ്രാർത്ഥനയും നാമജപാദിയും നടക്കുകയാണെങ്കിൽ ഈ വർഷം അവർക്ക് ഒരുപാട് ഈ പ്രതികൂലമായ ഘടകങ്ങൾ ഒരുപാട് അനുകൂലമാകുന്നു. ഒരുപാട് നന്മയിലേക്ക് വരും. ഒരുപാട് ശ്രേഷ്ഠതയിലേക്ക് വരാൻ പറ്റിയ കാലഘട്ടമാണ്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലഘട്ടമാണ്. അതൊക്കെ നല്ലതാണ്. പുതിയ പുതിയ നല്ല നല്ല സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവുക, ഓർത്തിരിക്കാൻ പറ്റിയ മുഹൂർത്തങ്ങളുണ്ടാവുക, അതിനൊക്കെ പറ്റിയ നല്ല സമയങ്ങളാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയ, ജീവിതത്തിൽ കുടുംബത്തിൽ സന്തോഷം സൃഷ്ടിക്കുക, നല്ല നല്ല യാത്രകൾ പോകാൻ പറ്റുക, അതൊക്കെ പറ്റിയ സമയമാണ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അവസരങ്ങൾ നമുക്ക് അനുകൂലമാകാൻ നാമജപാദികളും ക്ഷേത്രദർശനവും വേണം. അതുകൊണ്ട് സമയാനുകൂല്യം മാത്രമല്ല, ദൈവാനുകൂല്യം കൂടെ വേണം. അർഹതയും അംഗീകാരവുമാണ്. അർഹത എന്ന് പറയുന്നത് സമയാനുകൂല്യമാണ്. അംഗീകാരം പ്രാർത്ഥന കൊണ്ട് ലഭിക്കുന്നതാണ്. അടുത്ത കുംഭക്കൂറാണ്. അവട്ടത്തിൻ്റെ അവസാനവും ചതയും പുരുട്ടാതി ആദ്യ ഭാഗം കണ്ട കുംഭക്കൂറുകാർക്ക് 3-ലെ വ്യാഴവും ലഗ്നത്തിൽ ശനിയും 2-ൽ രാഹുവും അഷ്ടമത്തിൽ കേതുവും നിൽക്കുന്ന സമയമാണ്. പൊതുവെ കുംഭക്കൂറുകാർക്ക് ശരിക്കും കഴിഞ്ഞ ഒരു വർഷം ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമുക്കൊന്ന് നിന്ന് പിടിക്കാൻ പോലും പറ്റാത്ത സമയങ്ങളാണ് സഞ്ചരിച്ചത്. അത് സാമ്പത്തിക രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും വളരെ വളരെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്താലും അത് മുഴുവൻ പരാജയം. എത്ര ചർച്ചകൾ നടത്തിയാലും ഒന്നും നടക്കാത്ത അവസ്ഥാവിശേഷം. ഏതൊക്കെ രീതിയിൽ പോലും അതൊക്കെ മുടങ്ങിപ്പോകുന്ന അവസ്ഥാവിശേഷം. പൈസ വരുന്ന മേഖലയൊക്കെ തകർന്നു പോകുന്ന അവസ്ഥാവിശേഷം. ഇതൊക്കെ അവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതിൽ നിന്നൊക്കെ അല്പമാറ്റം. അപ്പോൾ 3-ലെ വ്യാഴം 4-ലെ വ്യാഴം കേമാണോ എന്ന് ചോദിച്ചാൽ 4-ലെ വ്യാഴം അതിഗംഭീരമൊന്നുമല്ല. പക്ഷേ 3-ലെ വ്യാഴത്തെ അപേക്ഷിച്ച് 4-ലെ വ്യാഴം അനുകൂലമാണ്. അവർക്ക് 3-ലെ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3-ലെ വ്യാഴം അവർക്ക് കിട്ടുന്നതിനേക്കാൾ ഭേദമാണ് 4-ലെ വ്യാഴം. ആ 4-ലേക്ക് വ്യാഴപ്പകർച്ച ഉണ്ടാകും. പൊതുവെ കാര്യങ്ങൾ എന്താ പറയുക, ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു തണുത്ത കാറ്റ് നമുക്ക് വീശുന്ന കിട്ടുന്നൊരു സുഖം അത് നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങൾ നീക്കുപോക്കാവും. ചെറിയ സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങും, വരുമാനം വർദ്ധിക്കാൻ തുടങ്ങും. കാര്യങ്ങളൊരു മനസ്സമാനത്തോടെ ഡീൽ ചെയ്യാൻ പറ്റും. തടസ്സങ്ങളുണ്ടെങ്കിലും പലതും മുന്നോട്ട് പോകാൻ സാധിക്കും. കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ നന്നാകാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തു മേടിക്കാൻ പറ്റും. വസ്തു വിൽപ്പന ആഗ്രഹിക്കുന്നവർക്ക് വസ്തു വിൽപ്പന സാധിക്കും. അമ്പലത്തിൽ പോക്ക്, പ്രാർത്ഥന, നാമജപാദികൾ കുറച്ചുകൂടി കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണത്തെ അത് പ്രദാനം ചെയ്യാൻ പറ്റും. ധനസ്ഥാനത്ത് രാഹുവിൻ്റെ ബന്ധവും അഷ്ടമത്തിൽ കേതുവിൻ്റെ ബന്ധവും കാരണം ധനപരമായൊരു പൂർണ്ണത അല്ലെങ്കിൽ പരിപൂർണ വളർച്ചയൊന്നും നമുക്ക് പറയാനില്ലെങ്കിൽ പോലും ധനപരമായ തടസ്സങ്ങളൊക്കെ മാറി പൈസ വരുവാൻ തുടങ്ങും. അപ്പം എന്തായാലും ഒരു കാര്യം ചെയ്യണം. അവർ ഈ 7-ര ശനിയുടെ അനുഭവിക്കുന്ന കാരണം ശനി ഞായർ ദിവസം ശിവക്ഷേത്രത്തിൽ പോവുക, മഹാദേവനെ പ്രാർത്ഥിക്കുക, നമഃശിവായ ധാരാളം ജപിക്കുക, ശനിദോഷവും രാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ മാറാൻ പ്രാർത്ഥിക്കുക. മാസത്തിലെങ്കിലും ഒരു ദിവസം ഗണപതി ഹോമം കഴിക്കുക. ഗണപതിക്കല്ലെങ്കിൽ നാളികേരം കൊണ്ട് ഉടയ്ക്കുകയോ അങ്ങനെ കറുകമാല ചാർത്തുകയോ അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയണത്, അയ്യപ്പനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്യണം. ജന്മശനിയാണ്. ശാരീരികമായ രോഗങ്ങൾ, നീർക്കെട്ട് അസുഖങ്ങൾ, വാതപിത്ത കഫം കോപിക്കുക, ത്രിദോഷം കോപിക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയ്യപ്പൻ്റെ ഭജനവും ശിവഭജനവും ഒക്കെ വളരെ വ്യക്തമായിട്ട് ചെയ്യണം. എങ്കിലും കുറച്ചൊക്കെ നമുക്കൊരു ശ്വാസം വിടാൻ പറ്റുക, കുറച്ചൊക്കെ അനുകൂലമാകാൻ പറ്റുക, കുറച്ചൊക്കെ ഒരു സന്തോഷം തരാൻ പറ്റിയ ഒരു ദിവസമാണ്. അതുകൊണ്ട് ഒരു കാരണവശാൽ പോലും അധികം ടെൻഷൻ അടിക്കേണ്ട കാലഘട്ടത്തിലേക്കല്ല വന്നെ. പക്ഷേ എന്നാൽ പോലും ബാക്കി ഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് അല്പം ദോഷമായി നിൽക്കുന്നതുകൊണ്ട് ശൈവഭജനവും ഗണപതി ഭജനവും നിർബന്ധം ചെയ്യുക. ഈ വ്യാഴം 4-ലാണ് നിൽക്കുന്നത്. 4 അതികേമൊന്നുമില്ല, 3-ലേക്കാളും ഭേദമാണ്. അതുകൊണ്ട് എന്തായാലും വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ, ശ്രീരാമൻ, നരസിംഹം
അങ്ങനെ മഹാവിഷ്ണു അങ്ങനെ വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഗ്രഹപ്പഴം മാറാൻ പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും നാരായണനാമം ജപിക്കുക, ഹരേരാമ ജപിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കാലത്തെ നമുക്ക് അനുകൂലമാക്കാൻ പറ്റും. കുറച്ച് അനുകൂലം മനതിനെ പൂർണ്ണാനുകൂലമാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതാണ് കുംഭൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത മീനത്തിലേക്കാണ് വരുന്നത്. മീനൻ രാശി എന്ന് പറഞ്ഞാൽ പൂരുട്ടാതിയുടെ അവസാന ഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടുന്നതാണ്. ഈ മീനരാശിയുടെ 2-ൽ വ്യാഴമാണ്. 2-ൽ വ്യാഴം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം അവർക്ക് പൊതുവേ അത്ര പ്രതികൂലമായൊരു അവസ്ഥാവിശേഷമൊന്നുമില്ലായിരുന്നു. ഈ അവസാന കാലം രാഹുവിൻ്റെ പകർച്ച കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയ ചെറിയ ദുരിതങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവരെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ സ്മൂത്തായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, സാമ്പത്തിക വരുമാനം ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ അവസ്ഥകൾ അവർക്കുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് 2-ലെ വ്യാഴം 3-ലേക്ക് മാറുകയാണ്. അപ്പം മീനക്കൂറുകാർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് വരണത്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവർ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനത്തിൽ തന്നെയാണ് രാഹു നിൽക്കണത്, 7-ൽ തന്നെയാണ് കേതു നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് ദുരിതങ്ങളും സങ്കടങ്ങളും അവർക്ക് ഫേസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടും. അതുപോലെ തന്നെ തടസ്സങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകൾ, ചെയ്യുന്ന പ്രവൃത്തികളിൽ നഷ്ടങ്ങളുള്ള സാധ്യത, രോഗപീഠകൾ, ത്വക്ക് രോഗങ്ങൾ, കഫത്തിൻ്റെ അസുഖങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകാനുള്ള സാധ്യതകൾ, എന്ത് നിരീക്ഷിച്ചാലും നടക്കില്ലാത്ത പൂർണ്ണമായ തടസ്സം വരുന്നൊരവസ്ഥാവിശേഷം ഇതൊക്കെ അവർ കാണുക. എന്താണോ അവർ ചെയ്തുകൊണ്ടിരുന്നത്, അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, അത് പെട്ടെന്ന് അങ്ങ് നിന്നു പോകുന്നൊരു രീതിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ എന്താ പറയുന്നത്, ഈ രാഹുകേതുവിൻ്റെ ബന്ധമുള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചാലും ശനി ഞായർ ദിവസം ശിവനെ തൊഴുക, മഹാദേവൻ്റെ അമ്പലത്തിൽ പോവുക, മഹാദേവന് വഴിപാട് കഴിക്കുക. ആ കാര്യം അവർ നിർബന്ധമായി ചെയ്യണം. കാരണം അവർക്ക് 7-ര ശനിയിൽ ആദ്യത്തെ ശനി തുടങ്ങിയിട്ടേ ഉള്ളൂ. ശനിയുടെ 7-ര ശനിയുടെ തുടക്കകാലം കൊണ്ടാണ്. അപ്പം മഹാദേവൻ്റെ അമ്പലത്തിൽ പോവുക, 90% മഹാദേവൻ്റെ അമ്പലത്തിൽ അയ്യപ്പൻ കാണും. അയ്യപ്പൻ എള്ളതിരി കത്തിക്കുക. ശരിക്ക് 7-ര ശനിയുടെയും ഗ്രഹപ്രദോഷം മാറാൻ പ്രാർത്ഥിക്കുക. വ്യാഴത്തിൻ്റെ പകർച്ച പ്രതികൂലമായതുകൊണ്ട് ആഴ്ചയിൽ 2-3 ദിവസം വൈഷ്ണവ ക്ഷേത്രം തൊഴുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ ഒരു നാണയം ഒഴിഞ്ഞൊക്കെ വെക്കുക, പോകുമ്പോൾ അവിടെ കൊണ്ട് കൊടുക്കുക നാണയനിധി. ഭഗവാനെ ഓർത്ത് ധാരാളം നാരായണനാമം ജപിക്കുക, ഹരേരാമ ജപിക്കുക. ബൃഹസ്പതേ നമ ബൃഹസ്പതേ നമ ബൃഹസ്പതേ നമാന്ന് ബൃഹസ്പതിയുടെ നാമം ജപിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പ്രതികൂലമായ ഘടകങ്ങൾ പലതും അനുകൂലമാകും. ഈ നമ്മളിപ്പോൾ കഷ്ടകാലമാണെങ്കിലും നല്ല കാലമാണെങ്കിലും, നല്ല കാലമാണെങ്കിൽ മുഴുവൻ നല്ല കാലം വരിക എന്നുള്ളതല്ല, കഷ്ടകാലം വരുവാണെങ്കിൽ മുഴുവൻ കഷ്ടകാലം വരില്ല. ആ സമയത്ത് നമ്മൾ ആ വേണ്ട രീതിയിൽ നാമജപതയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ കഷ്ടകാലത്തെ നല്ല കാലമാക്കാനും, നല്ല കാല സമയത്ത് അമ്പലത്തിൽ പോക്കും നാമജപം ഇല്ലെങ്കിൽ ആ നല്ല കാലവും കഷ്ടകാലമാക്കാനും നമ്മൾ തന്നെ നിരീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് നാമജപാദികളിലുള്ള പ്രാർത്ഥനയിലുള്ള വ്യത്യാസം നമ്മൾ നോക്കി അതാത് സമയത്തനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഈശ്വരാധീനം എന്ന് പറയുന്ന സാധനം നിലനിർത്തിയാൽ ഏത് ഗ്രഹപ്രാദോഷവും നമുക്ക് അനുകൂലമാണ്. ഈശ്വരാധീനം നിലനിർത്തിയാൽ ഏത് കഷ്ടകാലവും നമുക്ക് അനുകൂലമാണ്. ഏത് നല്ല കാലത്തും ഈശ്വരാധീനം ഇല്ലെങ്കിൽ അത് ഗുണകരമാവില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നാമജപാദികളും ക്ഷേത്രദർശനമാണ്. ക്ഷേത്രദർശനങ്ങളിൽ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും ഭഗവാനെ തൊഴുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, വൃത്തിയായിട്ട് നാമം ജപിക്കുക. അതിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മീനക്കൂറിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ട് നിന്ന് മീനക്കൂറുകൾക്ക് പൊതുവേ ചെറിയ ചെറിയ ദുരിതങ്ങളും സങ്കടങ്ങളും കാണപ്പെടുന്നുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ശനി ഞായർ ദിവസം നിർബന്ധമായി ശിവന് മഹാദേവൻ്റെ അമ്പലത്തിൽ പോയിരിക്കണം. വിഷ്ണു ക്ഷേത്രത്തിലും അതുപോലെ ആഴ്ചയിൽ 1-2 ദിവസം പോവുക. നാമജപാദികൾ നമഃശിവായ, നാരായണായ നമ, ഹരേരാമയൊക്കെ കൂടുതലായിട്ട് ജപിക്കുക. മറ്റേ വ്യാഴഗ്രഹത്തിൻ്റെ ബൃഹസ്പതേ നമ എന്നുള്ള നാമജപം ജപിക്കുക. ഒരു 108 രൂപ അതൊക്കെ ജപിക്കുക. അങ്ങനെ ആ വരുന്ന ഒരു വർഷക്കാലം പ്രതികൂലമാക്കി വരാനിരിക്കുന്ന കാര്യങ്ങൾ അനുകൂലമാക്കാൻ പറ്റും. പുതിയ പുതിയ എഗ്രിമെൻറ്റുകളോ കാര്യങ്ങളോ സാമ്പത്തിക ഇടപാടുകളിലോ വസ്തു ഇടപാടുകളിലോ ഒന്നും പോയി ചാടാതിരിക്കുക. ആരുമായിട്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സംസാരങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ അവർക്ക് നല്ലതാണ്. പൊതുവെ ഞാൻ പറയുന്ന അമ്പലത്തിൽ പോക്കും നാമജപാദികളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യമാക്കി ചെയ്യുകയും നമ്മുടെ നാമജപാദികൾ എല്ലാ ദിവസവും അതിൻ്റേതായി നിൽക്കുന്ന ചിട്ടയും കൃത്യതയും ഉറപ്പുവരുത്തുകയും ഈശ്വരവിശ്വാസത്തോടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ജീവിതം നന്നാകുമെന്നുള്ള ആത്മദൃഢമായ നിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ
വല്ലഭന് പുല്ലുവായതെന്ന് പണ്ട് ആരോ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് അനുകൂലമാണ്, എല്ലാം നമുക്ക് സ്വായത്തമാണ്, എല്ലാ അനുഗ്രഹവും നമ്മുടെ കയ്യിലുണ്ട്. ഈശ്വരനാണ് എല്ലാത്തിൻ്റെയും മുകളിൽ, ഭഗവാൻ തന്നെയാണ് വലുത്. ആരെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, എത്ര വൃത്തിയായി പ്രാർത്ഥിക്കുന്നു തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ നക്ഷത്രക്കാർക്ക് വേണ്ടി നിങ്ങളെല്ലാവരുടെയും ജീവിതം നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശ്രേഷ്ഠവുമാവട്ടെന്ന് ഞാനും ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ഗോവിന്ദം പുരി.